കേരളത്തിൽ തങ്ങളുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ ഔട്ട്റീച്ച് എന്നുള്ളതിന് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊരു പേരിട്ടുകൊണ്ട് BJP കുറെ കാലമായി ശ്രമം നടത്തുക. പ്രത്യേകിച്ചും സവർണ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന കത്തോലിക്കരും സിറിയൻ കാത്തലിക്സും അതുപോലെ ഓർത്തഡോക്സും അതുപോലെയുള്ള മർത്തോമ അതുപോലെയുള്ള വിഭാഗങ്ങളിലേക്ക് കടന്നു കയറി കേരളത്തിൽ വേരുറപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ടാർഗറ്റ്. അതിനവർ കുറേ ശ്രമം നടത്തി, പലതരത്തിൽ വന്നു. ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിയാക്കി, മുമ്പ് അൽഫോൺ കണ്ണന്താനത്തിനെ മന്ത്രിയാക്കി, ഇങ്ങനെ പല പല കലാപരിപാടികളും അവർ ചെയ്തു. ഏറ്റവും ഒടുവിലാണ് അവർക്കൊരു നേട്ടമുണ്ടായത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. സുരേഷ് ഗോപി അതിനുവേണ്ടി കുറേ നാടകം കളിച്ചു, കിരീടം കൊണ്ടുവച്ചു, കേക്ക് കൊടുത്തു. ഇവരൊക്കെ മോദി ക്രിസ്മസിന് കേക്കുമായി ചെല്ലുന്നു, ഈസ്റ്ററിന് പള്ളി ചെല്ലുന്നു, അങ്ങനെ പല കലാപരിപാടികൾ ഇവിടെ ചെയ്തു. പക്ഷേ ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന, അതുപോലെ മുനമ്പം വിഷയത്തിൽ വഖഫ് നിയമം വലിയ പ്രശ്നമാണ് എന്നർത്ഥത്തിൽ ഇവർ പറഞ്ഞു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം കണ്ടെത്താൻ ഇവിടുത്തെ ക്രിസ്തീയ സഭകൾക്ക് വളരെ എളുപ്പമാണ്. ഒന്ന്, കേരളത്തിന് പുറത്ത് BJP എന്താണ് ചെയ്യുന്നത്, RSS സംഘപരിവാറിന്റെ കൃത്യമായ രാഷ്ട്രീയം എന്താണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്ന RSSന്റെ രാഷ്ട്രീയം അവർക്കറിയാം. കേരളത്തിന് പുറത്ത് ഒറീസയിലെ കണ്ടമാൽ മുതൽ പല ഭാഗങ്ങളിൽ ഡൽഹിയിൽ വരെ വലിയ തോതിൽ ഇവർക്കെതിരായ ക്രിസ്ത്യൻ മതപ്രചാരകർക്കും മതത്തിൽപ്പെട്ട ആളുകൾക്കും പുരോഹിതന്മാർക്കും പാസ്റ്റർമാർക്കും എതിരായി വന്നു. സ്റ്റാൻ സ്വാമി അടക്കമുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെ ഫലമായി ഇവർ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായില്ല. എങ്കിലും തൃശ്ശൂർ ജയിച്ചത് വലിയ നേട്ടമായി കാണിച്ചെങ്കിലും അത് മലവെള്ളത്തിൽ വരുന്ന പോലെ ഒലിച്ചുപോയി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന രൂപത്തിലേക്ക് BJP മാറി. തൃശ്ശൂർ നഗരസഭയുടെ പ്രദേശങ്ങളിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയ ഇടങ്ങളിൽ പോലും BJPക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടാതെ വന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരെ പുതിയ അടവുകളുമായി വന്നത്. ഇപ്പൊ ഇത്തവണ തന്നെ PC ജോർജിനും ഷോൺ ജോർജിനും അവിടെ പൂഞ്ഞാറിലും പാലയിലും സ്ഥാനാർത്ഥിത്വം കൊടുത്തു. തിരുവല്ലയിൽ ഒരു അനൂപ് ആന്റണി എന്ന് പറയുന്ന പഴയ RSSകാരൻ തന്നെയാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. വലിയ തോതിലുള്ള പ്രചരണം വന്നു, മോഡി വന്നു അത് പറഞ്ഞു, അവിടെ ഒന്ന് പ്രസംഗിച്ചു, ഒക്കെ ചെയ്തു. മാത്രമല്ല, ആളുകൾ പറയുന്നത് പോലെ FCRA നിയമ ഭേദഗതി ഒരു അബദ്ധമൊന്നും ആയിരുന്നില്ല, അതൊരു ഭീഷണിയായിരുന്നു. തൽക്കാലം 9-ാം തീയതി കഴിഞ്ഞ് മാറ്റി വെച്ചു, വേറെ ദിവസം ചെയ്യാന്ന് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭീഷണി എന്ന രൂപത്തിൽ തന്നെയാണ് അത് വന്നത്. അല്ലെങ്കിൽ പൊട്ടന്മാരല്ലല്ലോ അവരിപ്പോൾ ചെയ്യാൻ. എന്താ ഭീഷണി? ഞങ്ങൾക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരും എന്ന് തന്നെയായിരുന്നു ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് കേരളത്തിലെ സഭകൾ എടുത്തത്. കാരണം അവർക്കിവിടെ ശക്തിയുണ്ട്, സമ്പത്തുണ്ട്, ആളുകളുണ്ട്, അതിനേക്കാളേറെ വിവരവുമുണ്ട്, ലോക വിവരവുമുണ്ട്, ഇന്ത്യയെക്കുറിച്ചുള്ള വിവരവുമുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഈ വിദ്വേഷ രാഷ്ട്രീയം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തു. 2021 യഥാർത്ഥത്തിൽ ഇതിന് വിത്തെറിഞ്ഞു കൊടുത്തത് LDF ആണ്. ഇപ്പോഴും അതെ. ജമാഅത്ത് എന്ന പേരിൽ, മറ്റു രീതിയിൽ, ജമാഅത്തിന്റെ പേരിലൊക്കെ തന്നെ ഒരു ഇസ്ലാമോഫോബിയയുടെ കാറ്റ് 2021 വിതയ്ക്കുകയും അത് കുറേയൊക്കെ അവർ കൊയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇടുക്കി, പത്തനംതിട്ട, അതുപോലെയുള്ള കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ, എറണാകുളത്ത് ചില ഭാഗത്തും വലിയ തോതിൽ അവര് LDF, തൃശ്ശൂരുമുണ്ട്, LDF വോട്ട് നേടിയത്. UDF ഭരണം വന്നാൽ മുസ്ലിം ഭരണം വരും, അതുകൊണ്ട് അതിനെ ചെറുക്കണം എന്ന ആ ഇസ്ലാമോഫോബിയ വലിയ തോതിൽ ഇവർക്ക് മനസ്സിലായി. ഈ ക്രിസ്ത്യൻ സഭകൾക്ക് അത് മനസ്സിലായി. ഇസ്ലാം അല്ല നമ്മുടെ എതിരാളിയെന്നും സംഘപരിവാറാണ് നമ്മുടെ എതിരാളിയെന്നുമുള്ള തിരിച്ചറിവ് അവരിലുണ്ടായി. ആ തിരിച്ചറിവിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. ഇത് നേരിട്ടറിഞ്ഞത് കൊണ്ടാണ് PC ജോർജ് കലിതുള്ളി പുറത്തു വന്നത്, ഷോൺ ജോർജ് ചാടിക്കളിച്ചത്. ജോർജ് കുര്യൻ മിണ്ടിയിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനും അറിയാം. ഇത് BJPയുടെ നിലപാടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം RSSന്റെ മുഖപത്രം കേസരി കൃത്യമായും ക്രിസ്തീയ സഭകൾക്കെതിരായി തുറന്ന് എഴുതിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഷോൺ ജോർജും PC ജോർജും പോലെയുള്ള ആളുകൾ രാജ്യത്ത് വർഗീയ വിഷം വിതച്ച് അതിൽ നിന്ന് കൊയ്ത്ത് നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനൊപ്പമില്ല എന്ന് തന്നെയാണ് ആ പ്രഖ്യാപനം. ഞങ്ങൾ മതേതര രാഷ്ട്രീയത്തിനൊപ്പമാണ്. ഇപ്പോൾ നമുക്കറിയാം, അഖിലേന്ത്യാ തലത്തിൽ
BJPയുടെ ഈ തന്ത്രങ്ങളെ നേരിടാൻ കഴിയുന്നത് കോൺഗ്രസിന് തന്നെയാണ്. രാഹുൽ ഗാന്ധിയും ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകളാണ് പാർലമെന്റിൽ ശക്തമായി പ്രതികരിച്ചത്. FCRA ബില്ല് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിശക്തമായ പ്രതികരണമുണ്ടായി. ആ പ്രതികരണം തൽക്കാലം മാറ്റിവെച്ചാൽ ആ ബില്ല് ഇനിയും കൊണ്ടുവരും. അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന് സഭ തീരുമാനമെടുത്തു. ക്രിസ്തീയ സഭ മാത്രമല്ല, സഭ എന്ന് പറയുന്നത് ബിഷപ്പ് മാത്രമല്ല, അതിലെ ജനങ്ങളാണ്. അൽമായരുണ്ട്, പുരോഹിതന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്. അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. എല്ലാം ഒരു തളികയിൽ പോലെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് വലിയ തോതിൽ BJPയിൽ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. അതിനിടയിൽ യാക്കോബായ സഭയെ കൊണ്ടുവരാൻ വേണ്ടി സാബു ജേക്കബിനെ കൊണ്ടുവന്ന് ഒന്നും ഏറ്റു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ തോതിലുള്ള തിരിച്ചടി ഈ മേഖലകളിൽ BJPക്ക് ഉണ്ടാവും, ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു.